ഈസി ആയിട്ട് പറ്റുന്ന ഒരു ടാസ്ക് ആണ്. ദാറ്റ് ഈസ് വെറുതെ സംസാരിച്ച് ബെഡായി അടിച്ച് രമേശ് ചേട്ടനോടൊപ്പം പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് വൗച്ചറാണ് നിങ്ങളായിട്ട് പോകുന്നത്. മന്ദം രമേശ് പിഷാരടി എന്നാണ്. ഇങ്ങോട്ട് എന്നെ നോക്ക്. അയാളെ നോക്കുമ്പോ അയാള് വേറെ നോക്കണം. എന്താണിത്? അപ്പൊ ഇങ്ങ ബാ ചോദിക്കട്ടെ. നിങ്ങളെ തന്നെ ബായോ? യെസ് ബാ. അതെന്താണത്? തകർത്ത് കയറി വരുന്നോ? അപ്പൊ 1. ഇനി ഈ ചേച്ചി ഈ ചേച്ചി ആ കാത് നിറച്ച് കമ്മലിട്ടിരിക്കുന്ന ചേച്ചി പരിചയപ്പെട്ടാലോ? പേര് എന്താ ചെയ്യണേ? പ്രോപ്പർട്ടി മാനേജറായിട്ട്. വലിയ പുള്ളിയാണ്. അപ്പൊ മെഹറൂഫ് പറയൂ, താങ്കൾ ഈ അടുത്ത ഇടയ്ക്ക് അടിച്ചിരിക്കുന്ന ഒരു അടിപൊളി ബെഡായി. ഞാൻ ഇപ്പൊ വന്ന BMW കാർ പുറത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ടാ. വന്ന BMW കാർ പുറത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായില്ല, അതുകൊണ്ട് അകത്താണാവോ താങ്കൾ പാർക്ക് ചെയ്തത്? ഓ, സെൻട്രൽ സ്ക്വയറിൽ വന്നതാണ്, പക്ഷെ ഇവിടെ പാർക്കിംഗ് സൗകര്യമില്ല, അതുകൊണ്ട് അദ്ദേഹം ലുലു മാളിൽ പാർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പാവം. അവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ഓട്ടോറിക്ഷയ്ക്കോ ലോറിക്കോ? അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് തന്നെ വന്നത്. ആ ഒരു കാറ്റ് അല്ലെ, നാച്ചുറൽ എയർ അടിക്കുമ്പോൾ ഒരു സുഖം ഒന്നുമില്ല. അപ്പൊ ചേട്ടൻ വരാറായി. അപ്പൊ പിന്നെ വേഗം നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഒരു ലോങ് ചെയിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എന്ത് വേണേലും യൂസ് ചെയ്യാം. അങ്ങനെ ഏറ്റവും വലിയ ലോങ് ചെയിൻ ആര് ക്രിയേറ്റ് ചെയ്യുന്നോ അവർക്കായിരിക്കും ഒരു സർപ്രൈസ്. പാടില്ല, ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ക്ലോസ് ടു ആയിരിക്കണം. ചേച്ചി കുറച്ചുകൂടി ഫാസ്റ്റ് ആവണം. ചേച്ചിയുടെ ഒരു പാവടെ എങ്ങാണ്ട കിടക്കുന്നേ, അത് പറ്റില്ല. സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കണം, അടുപ്പിച്ച് വേണം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്വർണ്ണവളയുണ്ട്, സ്വർണ്ണമാലയുണ്ട്, സ്വർണ്ണ മോതിരമുണ്ട്. ആർക്ക് വേണേലും എന്ത് വേണേലും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു നല്ല അവസരം കൂടെയാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഉപയോഗിക്കാം. നിങ്ങളുടെ പേഴ്സ്, യെസ്, ഷോള് യൂസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സിനകത്തുള്ള പൈസ യൂസ് ചെയ്യാം, ATM കാർഡ് യൂസ് ചെയ്യാം. ചേച്ചി ചെയ്തിരിക്കുന്നത് ഫൗളാണ്. നിങ്ങൾ നിന്നിടത്തു നിന്ന് ഈ സ്ക്വയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ സ്ക്വയറിൽ നിന്ന് കൈൻഡ്ലി നോട്ട് ഈ സ്ക്വയറിന്റെ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. This is your starting point. This is the square which you have to start. Okay, so ചേച്ചി മലയാളം മനസ്സിലാകുന്നില്ലേ? ഇത് പോസിബിൾ അല്ല. ഇതെന്താണിത്? ഒരു മോതിരം വെച്ചിട്ട് കോട്ടയത്ത് ഒരു മോതിരം, അപ്പുറത്തെ മോതിരം എറണാകുളത്തും. എന്താണിത്? നീറ്റായിട്ട് അറേഞ്ച് ചെയ്യൂ. നിങ്ങളുടെ ടൈം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 10ന്റെ നോട്ടുണ്ട്, 20ന്റെ നോട്ടുണ്ട്. അദ്ദേഹം കോടീശ്വരനാണ്. അദ്ദേഹത്തെക്കാട്ടിലും കോടീശ്വരൻ ഇവിടെയാണുള്ളത്. സിനിമാ നടൻ. 500, 100. ഓക്കെ, 500ആയി, 100ആയി. സോ ഇതിനകത്തുനിന്ന് ആരായിരിക്കും ആ ഒരു വിജയ്? എന്റെ പൊന്ന മാഷം, നിങ്ങൾക്ക് സാലറി കിട്ടിയ ദിവസം വല്ലതും ആണോ ഇത്? ഓ മൈ ഗോഡ്, അമേസിംഗ്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഇവിടെ. അതായത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 500, 100, 10. ഇനിയൊന്നും ഇല്ലേ? ആ ഷർട്ടും കൂടെ അങ്ങ് ഊരിക്കോ ചേച്ചി. മേക്ക് ഇറ്റ് കറക്റ്റ്. നിങ്ങൾ കറക്റ്റ് ആക്കാം. സ്വർണ്ണമാല, ഇത്രയും കമ്മല്, എന്തൊക്കെ കിടക്കുന്നു? മാലയുണ്ട്, കമ്മലുണ്ട്. വിട്ടുകൊടുക്കരുത്. അവരെക്കാട്ടിലും ക്യാഷ് വാങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ടോ അത് യൂസ് ചെയ്തിട്ട് മാത്രം. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്നതായിരുന്നുടാ പരിപാടി? കാർഡ് കളക്ട് ചെയ്യലായിരുന്നു നിന്റെ പരിപാടി. എന്തൊക്കെയാ നോക്കിയേ? കൂടുതൽ പെൺപിള്ളേരുടെ ബ്രാൻഡാണല്ലോടാ. എന്തുവാടേ ഇതിനകത്തുള്ളത്? പകുതിയും പെൺപിള്ളേരുടെ ബ്രാൻഡിന്റെ കാർഡുകളാണ്. അപ്പൊ എനിവേസ്, എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ചേട്ടാ, സാലറി കിട്ടിയ മാസമാണോ ഇത്? ഓക്കെ, ഇവര് തമ്മിൽ വാശിയേറിയ മത്സരം. ബെസ്റ്റ് ടിക്കറ്റ് വരെ കയറി വെച്ചിരിക്കുകയാണ് അവിടെ. ഇനി നോക്കാം ഇവര്. എന്നോട് പറഞ്ഞു തരാട്ടോ, ഈ ലൈനൊക്കെ നോക്കണം. എന്നിട്ടാ മോനെ, കൊച്ചിനെ, പ്രോപ്പർട്ടി മാനേജർ, അവനങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിന് നീങ്ങി വന്നേ. മോനെ നീങ്ങി വാ. നിന്നോട് ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? അവിടെ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് തുടങ്ങണോന്ന്. വാ. നിങ്ങൾ നോക്കി നിൽക്കരുത്. നിങ്ങൾക്ക് സമയമുണ്ട്, മിസ് ചെയ്യാൻ പാടില്ല. ചേച്ചി കയ്യിലോട്ടൊക്കെ നോക്കുക, ഇനി ഊരാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ ലൈൻ നോക്കുക. ഈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദിസ് ഇസ് ദ ലൈൻ. ഓക്കെ, സോ രണ്ടുപേരും മിസ് ചെയ്യരുത്. ഫോണിന്റെ കവർ വരെ ഇവിടെ ഊരിയിരിക്കുകയാണ്. ഇതിനകത്ത് ആരായിരിക്കും വിജയ്? നിങ്ങൾ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുക. അവർക്ക് ഇനിയും സ്ഥലം വേണം. ഓക്കെ ചേട്ടാ, അവസരം പാഴാക്കരുത്. സോ
അതെ, ഒന്ന് നോക്കി വെച്ചോട്ടെ. 500 ഉണ്ട്, 100 ഉണ്ട്, 10 ഉണ്ട്. ഇതിനകത്ത് നിന്ന് ആർക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് എടുക്കാന്നുള്ള അവസരമാണ് ഇവിടെ. ചേട്ടാ ഞാനൊരു ഓപ്ഷൻ പറയാം. നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് പിഷാരടിയുമായിട്ടൊരു വാക്ക് തർക്കത് ഊരിക്കോ. നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്ന അവസരം ഓർക്കുക. ഫസ്റ്റ് പിഷാരടിയുമായിട്ട് ഒരു വാക്ക് യുദ്ധത്തിനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ചേട്ടൻ ആദ്യം ഇവിടെ കൂടി നിൽക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് നോക്കുന്നു, ആരും എന്നെ കളിയാക്കരുതെന്നൊക്കെ. ചേട്ടന് ആഗ്രഹമുണ്ടോ? ജയിക്കണമെന്ന് വാശിയുണ്ടോ? ഡു ഇറ്റ്. യെസ്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ചേട്ടൻ ഇവിടെ പിഷാരടിയുമായിട്ടൊരു വാക്ക് യുദ്ധം നടത്തുവോ ഇല്ലയോ എന്നൊക്കെ. അവിടെ ഷൂ ലേസ് അഴിച്ചു, അത് ഐഡിയ ആണ്. ഇയാൾക്ക് ഷൂ ലേസും ഇല്ല. ഇന്നൊന്നും ഇല്ലേ പൊക്കത്തിലൊക്കെ. മോതിരം കിടക്കുന്നു, മോതിരം യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. ഇതിനകത്തുനിന്ന് എന്തെങ്കിലും രീതിയിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്തുനിന്ന് തന്നെ തിങ്ക് ചെയ്യാം, എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഈ പേപ്പർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ആ പേപ്പർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. ഓക്കെ അപ്പം എന്താണേലും ബുദ്ധിപരമായിട്ടുള്ള അടുത്ത നീക്കം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഷൂ ലേസിൽ വരെ എത്തിയിട്ടുണ്ട് അവിടെ. നമുക്ക് നോക്കാം ഇതിനകത്തുനിന്ന് ആരായിരിക്കും. ഇവര് രണ്ടുപേരും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം. BMW ഇല്ലെങ്കിൽ എന്താ മോനെ നിനക്ക് ഇത്രയും വലിയൊരു കഴിവില്ലേ. അപ്പോ ഇവർ രണ്ടുപേരിൽ നിന്ന് ആർക്കായിരിക്കും പിഷാരടിയുമായിട്ട്. ചേട്ടാ മിസ് ചെയ്യരുത്, താങ്കളുടെ ആവശ്യമാണ്. 3 മിനിറ്റ് സമയം പിഷാരടിയുമായിട്ട് സംസാരിക്കാനുള്ള അവസരമാണ്. താങ്കൾക്ക് സിനിമാ നടനാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഷൂലേസ് ആയതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ചേട്ടന് വെറും തോന്നലാണ്. നിങ്ങളെ കൊണ്ട് തോന്നുന്നുണ്ടോ പുള്ളിക്ക് ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പറ്റില്ല. ഏതാ അവനെ ഇവനെതിരെ നിൽക്കുമ്പോ ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചേട്ടാ ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്ത് നോക്കുന്നോ? സലാം, can I stop the game now? എന്നതെങ്കിലും ഫോട്ടോയോ ഗിഫ്റ്റോ ഒക്കെ തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരം. എന്റെ ഓളമല്ല ഞാൻ പുറത്തെടുത്തതാണ്. എന്നാലും ഒരു സെൽഫി മാത്രം മതി. പക്ഷെ ഞാൻ പറയട്ടെ, ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. താങ്കളുടെ കയ്യിലുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. അവൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും തോന്നരുത് ഈ ഗെയിം എന്ന് മാറി ചിന്തിക്കായിരുന്നു എന്നുള്ളത്. അവന് 2 ഷൂ ലേസ് ഉണ്ട്. ഞാൻ ഈ ചെരുപ്പ് ഇട്ട് വന്ന് എനിക്ക് എവിടെയാ ഷൂ ലേസ് എന്നൊക്കെ. പോട്ടെ ഏട്ടാ, ഇനിയെല്ലാം മനസ്സിലാക്കാം. ആളി വരുമ്പോ ഷൂ ഇട്ട് വരും. ഇപ്പൊ മനസ്സിലായോ ആൾക്കാരൊക്കെ എന്തിനാ ഷൂ ഇട്ട് വരുന്നത്. അപ്പം എനിവേസ് വിന്നർ BMW ഇല്ലാത്ത ലുലു മാളിൽ പാർക്ക് ചെയ്ത് സെൻട്രൽ സ്ക്വയറിൽ വന്ന നമ്മുടെ മെഹറൂഫ്. സോ മെഹറൂഫ് ആയിരിക്കും മൂന്നാമത് പിഷാരടിയുമായിട്ട് ഒരു വാക്ക് യുദ്ധത്തിന് ഇവിടെ നമ്മളോട് പാർട്ടിസിപ്പേറ്റ്. വേഗം പിറക്കിയെടുത്തു. ആൾക്കാർ നോക്കി നിൽക്കുകയാണ് കേട്ടോ, അതൊക്കെ പിറക്കിക്കൊണ്ടുപോകാൻ. അതേസമയം നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കും ആ ഒരു പാർട്ടിസിപ്പേഷൻ സ്പിരിറ്റിന് ഈ ചേട്ടനും താങ്ക് യു സോ മച്ച്. അറ്റ് ദ സെയിം ടൈം ചേട്ടനെയും നിങ്ങളെ രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 2 വിന്നേഴ്സിനെ. ആൻഡ് കൈൻഡ്ലി ഹെഡ് നമ്മളുടെ കൂടെ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും ഒരേപോലെ ചിരിപ്പിക്കാൻ കഴിവുള്ള ദ വെരി ടാലന്റഡ് രമേശ് പിഷാരടി. സോ ഹിയർ ഹി ഈസ്. വെൽക്കം ചേട്ടാ. നമ്മളെല്ലാവരും കുറെ നേരമായിട്ട്, എനിക്ക് തോന്നുന്ന ഒരു 5 മണി മുതൽ എല്ലാവരും ഇങ്ങനെ മിടുക്കന്മാരായ 2 ആൺകുട്ടികളും ഒക്കെ അവിടെ ഉണ്ട്. അവര് രമേശ് ഏട്ടനോട് ഒരു 3 മിനിറ്റ് സംസാരിച്ച് ജയിക്കാമോ എന്നുള്ളൊരു ശ്രമത്തിന് വേണ്ടിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അത് അവര് ജയിക്കും, ഉറപ്പാണ്. ഞാൻ വിട്ടുകൊടുക്കും. രമേശ്, മിസ്റ്റർ സുജിത്, മിസ്റ്റർ മെഹറൂഫ്, ഒപ്പം മിസ് അപൂർവ ജോബി, 4 പേരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടിയാവാം. എവിടെ വരൂ, ബാ. ഒരു കയ്യടിയുടെ അഭാവം ഉണ്ട് കേട്ടോ ഇവർക്ക്. സത്യം, ഒരു എനർജി കുറവുണ്ട്. ഉഷാറാവാം നമുക്ക്. എവിടെ വരൂ. നമസ്കാരം. 3 ആയുള്ളല്ലോ. ഒരാളും കൂടി ഉണ്ടായിരുന്നു, എവിടെ പോയി? മിസ്റ്റർ വിജു, മിസ്റ്റർ സുജിത്, മെഹറൂഫ്, അപൂർവ എത്തിക്കഴിഞ്ഞു. അതിനകത്ത് ഒരാളെ കാണാനില്ലല്ലോ. പുള്ളിക്ക് ദീർഘവീക്ഷണം ഉള്ളതാ, മുങ്ങിയും തോന്നുന്നു. യെസ്, അതുകൊണ്ട് തന്നെ തോന്നുന്നു. അപ്പം എന്താണെങ്കിലും രമേശേട്ടാ, നമുക്ക് ഒരാളും കൂടെ വേണമെന്ന് എനിക്ക്. അങ്ങനെ 3000 രൂപ 3 പേർക്ക് വിധിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരാളും കൂടെ ഉണ്ടെങ്കിലും മത്സരം മുറുകുള്ളൂ. നമുക്ക് മുതലാളി തന്നെ വിളിച്ചാലോ? മുതലാളി ഇനി ആരാണ്? ഒരാളും കൂടെ വന്നാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഈ കോട്ടിട്ട് നിൽക്കുന്ന പുള്ളിക്ക് വാ, വന്നോളൂ. ഞാനൊന്നും ചെയ്യില്ല, വാ. ഒരു കോട്ടിട്ടുകൊണ്ട് തന്നെ വന്നോളൂ പ്ലീസ്. വന്നോളൂ, ഒരു കുഴപ്പമില്ല. ഇതൊരു രസമല്ലേ. ബാ കണ്ടാ, ബാ. ഒരു കൈഡിയും കൂടെ അദ്ദേഹത്തിന് കൊടുത്തോളൂ. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും, കാണാത്തവരും ഉണ്ടാവും. ഇത് വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സെൽഫി. ഇങ്ങോട്ട് നിന്നോളൂ.
എത്ര വരെ പഠിച്ചു? ഏവിയേഷൻ സ്റ്റുഡന്റ് ആണ്. മനസ്സിലായില്ല എന്നാലും. പ്ലസ് ടു ഞാൻ 10ാം ക്ലാസ്. പ്ലസ് ടു 10ാം ക്ലാസ് ഏവിയേഷനും ഒക്കെ ആയിട്ടുള്ള കനത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. 1 2 3 4 എണ്ണാൻ അറിയാലോ? എണ്ണു. 1 2 3 4 1 2 3 4 1 2 3 1 2 1 2 1 2 3 4 2 3 4 5 6 7 8 9. അപ്പൊ എല്ലാവരും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളാണ്. എല്ലാവരും എണ്ണുന്നുണ്ട്. ഇവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരാൾ 1 എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അടുത്ത ആൾ 2 എന്ന് മലയാളത്തിൽ പറയുമ്പം 3 എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 4 എന്ന് മലയാളത്തിൽ പറയണം. ഓൾട്ടർനേറ്റീവായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും അവർ മാറി മാറി എണ്ണണം. വളരെ സിമ്പിളാണ്. തെറ്റിപ്പോയാൽ നിങ്ങൾ കൂവണം. റെഡിയാണോ? ഒന്ന് കേൾക്കട്ടെ. ഒരേമയുണ്ട്, അടുത്തതിൽ പിടിച്ചാൽ മതി. നമുക്കൊരു സാമ്പിൾ കൊടുക്കാം. കളി മനസ്സിലായല്ലോ? തുടങ്ങിക്കോ. 1 2 3 ഓക്കെ, കളി മനസ്സിലായി. ഇനി ഇത്ര സമയം എടുക്കരുത്, വളരെ സ്പീഡിൽ എണ്ണണം. തുടങ്ങിക്കോ. 1 2 പോകോ. ഓക്കെ, തുടങ്ങിക്കോ. 1 2 ഒന്നും പറഞ്ഞില്ല. കേട്ടില്ല കേട്ടോ, എയർ മാത്രമേ തള്ളിയുള്ളൂ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 1 2 പോകോ. ബാ. നിങ്ങളിവിടെ ഉണ്ടായിരുന്ന ഈ സ്പീക്കർ ഒന്നും എടുത്തു വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്നാ സൗണ്ട്, എത്ര വാട്ട്സ് കിട്ടുന്നുണ്ടത്? ഈ രണ്ടുപേരെയും കൊണ്ട് ഇത് കളിപ്പിച്ചാൽ ഇവര് നാളെ രാവിലെ ഇത് കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വെറുതെ ചോദിച്ച് ചമ്മേ ഉള്ളൂ. ഇവർക്ക് വീണ്ടും ടങ് ട്വിസ്റ്റർ തന്നെ തരാം. അത് തെറ്റാതെ 5 പ്രാവശ്യം പറയുന്നവരായിരിക്കും ഈ മത്സരത്തിൽ വിജയിയാകാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും തരാം. എന്റെ കാലിന്റെ പെരുവിരൽ ലാലിന്റെ വേരിലൊരു ഇടറിലിടറി പാടാണ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ 2 വാക്കല്ലേ ഉള്ളൂ, പറ 5 പ്രാവശ്യം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. അല്ല, അത് ഇവിടുത്തെ ഏതോ കേക്കിന്റെ പേരാണ്. മസ്തിഷ്കം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. 5 പ്രാവശ്യം സ്പീഡിൽ ഒച്ചത്തില്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. കക്ഷത്തിലല്ല, മസ്തിഷ്കത്തിൽ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. മസ്തിഷ്കത്തിൽ ബ്രഷ് വന്നു മസ്തിഷ്കത്തിൽ, അതാണ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. വേണ്ട, എഴുതിയിട്ട് കാണിച്ചാൽ മതി. ഇച്ചിരി സ്പീഡിൽ പറ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രഷർ. 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 ഇതാണോ? അപ്പം 3000 രൂപയുടെ വിജയിയായിട്ട് നമ്മൾ ഇദ്ദേഹത്തിനെ പ്രഖ്യാപിക്കുകയാണ്. ഫയൽവാൻ ജയിച്ചു. കൊടുത്തോളൂ. ഞാൻ ഈ പ്രൈസ് നൽകുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ സ്ക്വയർ ഡയറക്ടർ മിസ്റ്റർ അബ്ദുൽ വഹാബിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടിയാവാം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നതിന് വേണ്ടി. രമേശ് ചേട്ടനും ഒപ്പം മിസ്റ്റർ അബ്ദുൽ വഹാബും ചേർന്ന് ഈ ഒരു പ്രൈസ് നമ്മളുടെ വിന്നറിന് നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. 3000 rupees വർത്ത് ക്യാഷ് പ്രൈസ് ആണ് ഇവിടെ നമ്മുടെ വിന്നറിനെ തേടി എത്തിയിരിക്കുന്നത്. നല്ലൊരു കൈയടിയാവാം എവ്രിവൺ. യെസ്, സോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര ഒരു പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്. അറ്റ് ദ സെയിം ടൈം പാർട്ടിസിപ്പൻസിന് നമ്മൾക്ക് 1000 rupees വർത്ത് ഒരു ഗിഫ്റ്റ് വൗച്ചർ കൂടെ ഉണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എടുത്തോളൂ. താങ്ക് യു.